മിസ്സേ പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ പ്രിന്റിംഗ് പ്രസ് ഇൻ ദ സ്പ്രെഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഇംഗ്ലീഷ് ബൈബിൾ ട്രാൻസ്ലേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, ബൈബിൾ ട്രാൻസ്ലേഷൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ പ്രിന്റിംഗ് പ്രസിന്റെ ഇൻവെൻഷൻ എങ്ങനെയാണ് ബൈബിൾ ട്രാൻസ്ലേഷനെ സഹായിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിന്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിൽ ആരാണ് കൊണ്ടുവരുന്നത്? വില്യം കാക്സ്റ്റൺ ആണ് ഈ ഒരു പ്രിന്റിംഗ് പ്രസ് 1476 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് പ്രിന്റിംഗ് പ്രസ് വരുമ്പോ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, പല ബുക്സുകളും അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സുകളൊക്കെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്തുകൊണ്ട്. അതെ, അപ്പൊ ആദ്യം എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു മിസ്സേ, നമുക്ക് ഈ പ്രിന്റിംഗ് പ്രസ് ഒന്നും ഇല്ലാത്തൊരു ആളുകളിലേക്ക് എത്തില്ല. മാത്രമല്ല അവര് വായിക്കാനും അതുപോലെ തന്നെ ഈ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളത്. പ്രിന്റിംഗ് പ്രസ് വന്നോട് കൂടിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റും വായനകളും എഴുത്തുകളും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാനായിട്ട് പറ്റും. കോമൺ പീപ്പിളിന്റെ ഏറ്റവും കൂടുതൽ എത്തുന്നത് പ്രിന്റിംഗ് പ്രസ് വരുന്നതിന് ശേഷമാണ്. സാധാരണക്കാർക്ക് ഈ ആക്സസിബിൾ കിട്ടുന്നത് ഇതിന്റെ വരവോട് ശേഷമാണെന്നുള്ളത്. ഈ പ്രിന്റിംഗ് പ്രസ് വന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ബൈബിൾ ട്രാൻസ്ലേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ ചീപ്പായിട്ട് എന്ത് ചെയ്തു, ആളുകൾക്ക് കിട്ടാനായിട്ട് തുടങ്ങി. ബുക്കുകളൊക്കെ കേട്ടോ കോമൺ പീപ്പിളിന് തന്നെ ആക്സസിബിൾ ആയിരുന്നു. മാത്രമല്ല ഇതിലൂടെ എന്ത് ചെയ്തു, ലിറ്ററസി വർദ്ധിപ്പിച്ചു എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ആളുകൾ വായിക്കാൻ തുടങ്ങുന്നതോടൊപ്പം അവരെന്താണ് കൂടുതൽ നോളേജ് അവർക്ക് കിട്ടുമെന്നുള്ളതല്ലേ. അപ്പൊ അത് ലിറ്ററസിയെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നെന്ന് വെച്ചാല് മറ്റൊന്ന് റിഫോർമേഷനെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു മിസ്സേ നമ്മള് റിഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞത്? റിഫോർമേഷൻ എന്താ പറഞ്ഞത്, ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ പല മാറ്റങ്ങളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ റിഫോർമേഷൻ എങ്ങനെ സഹായിച്ചെന്ന് വെച്ചാല് ഇംഗ്ലീഷ് ബൈബിള്, അതായത് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത മറ്റു വ്യക്തികളാണ് ജോൺ വൈറ്റ്ക്ലിഫ്, ടിൻഡെയിൽ ആൻഡ് കവർഡെയിൽ. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഇത് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, അതായത് ബൈബിള് വായിക്കുന്നതിന് മുമ്പ് വരെ അവർ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു, അത് പ്രീസ്റ്റ് പറയുന്നത് എന്തായിരുന്നോ അതായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്, സത്യം എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. എന്താണ് ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പോഴാണ് ചേർച്ചിലെ പല കറപ്ഷൻസും എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ. അപ്പൊ പ്രിന്റിംഗ് പ്രസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാണ്. സൊസൈറ്റിയിൽ തന്നെ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒന്നാണ് പ്രിന്റിംഗ് പ്രസിന്റെ വരവ് എന്ന് പറയുന്നത്. മാത്രമല്ല അവരെന്ത് ചെയ്തു, ചർച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റിലീജിയനിൽ പല മാറ്റങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ സൊസൈറ്റിയിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോ ദ റോൾ ഓഫ് പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിന്റെ, ഈ ബൈബിൾ ട്രാൻസ്ലേഷന്റെ കേസിൽ എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ, ഇനി കുറച്ചും കൂടി ഉള്ളൂ നമുക്ക് പറയാന്. ഓക്കെ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പെട്ടെന്നൊന്ന് പറയണേ, വേഗം ഒന്ന് പറയണേ. റിഫോർമേഷൻ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. എന്താണ് കൺഫ്യൂഷൻ? റിഫോർമേഷന് റീസൺ ആയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് റിഫോർമേഷനും ഈ ഒരു പ്രിന്റിംഗ് പ്രസും എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. റിഫോർമേഷൻ എന്താണ്? നമ്മൾ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? അതെ, നമ്മൾ പറഞ്ഞു കത്തോലിക്സിന്റെ അവരുടെ ആ ഒരു ആക്ടിവിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. നമ്മൾ ഒരു റിലീജിയസ് മൂവ്മെന്റ് ആയിട്ടാണ് റിഫോർമേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എതിർപ്പ് വരാൻ കാരണം എന്താണ്? പ്രിന്റിംഗ് പ്രസിന്റെ ഉത്ഭവം. കാരണം പ്രിന്റിംഗ് പ്രസ് വന്നപ്പോഴാണ് ആളുകൾക്ക് വായിക്കാനും കേൾക്കാനും അല്ലെങ്കിൽ വായിക്കാനും റിട്ടൺ ടെക്സ്റ്റില്, അതായത് ആദ്യം റിട്ടൺ ടെക്സ്റ്റിൽ എന്താണ് എഴുതിയതെന്ന് വായിക്കാൻ പോലും അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടി വായന ഈസി ആയി. കുറെ ബുക്സ് ഒക്കെ എന്ത് ചെയ്തു, അച്ചടിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ബുക്സും കാര്യങ്ങളും വായനക്ക് അല്ലെങ്കിൽ വായനക്ക് ആക്സസ് ആയ സമയത്താണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം വായിക്കുമ്പോഴാണല്ലോ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് മനസ്സിലാക്കി തുടങ്ങി ഇവിടെ കറപ്ഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു റിഫോർമേഷൻ എന്നുള്ള നിലയ്ക്ക് പല മൂവ്മെന്റ്സും പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാ. ക്ലിയർ ആയിട്ടുണ്ടോ? ജിനിഷയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞത് റിഫോർമേഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടെന്ന് ഓക്കെ ആയിട്ടുണ്ടല്ലോ. മിസ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. How Ben Jonson utilizes the theory of humor in every man in his humor. അപ്പോ
എവ്രി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എങ്ങനെയാണ് ഹ്യൂമർ എന്നുള്ള തിയറി അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഹ്യൂമർ എന്ന് പറയുമ്പോ? ഹ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ പരിഹാസം അല്ലെങ്കിൽ ഇപ്പൊ സച്ചേർ എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ, അതിന്റെ വേറൊരു ഫോമാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വർക്കിനകത്ത് എങ്ങനെയാണ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ചെയ്തേക്കുന്നത് എന്നുള്ളതാ. അപ്പൊ ഇതിനകത്ത് പല ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്സേ ബൊബാർഡിൽ, അതുപോലെ തന്നെ നമ്മുടെ കൈറ്റ്ലി, അതേപോലെ തന്നെ സ്റ്റീഫൻ, ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയുടെ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൈറ്റ്ലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എന്റെ അസൂയ, അതേപോലെ തന്നെ ഡൗട്ട്, ഭാര്യ എപ്പോഴും സംശയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ആർക്ക്, കൈറ്റ്ലിക്ക് എന്ന് പറയാൻ പറ്റും. പിന്നെ ബൊബാർഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഭീരുവായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റും. വാറിനെ കുറിച്ചൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പിന്നെ സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് മോക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയെ മോക്ക് ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാവരും എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു സൊസൈറ്റിയെ വിമർശിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് മേജർ ആയിട്ട് ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നു പറയാനായിട്ട് പറ്റും. പുതിയൊരു പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നാടകത്തിലെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ പ്രത്യേക തരത്തിലുള്ള ഹ്യൂമർ ആണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമർ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിനെയും നിങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്യണം. ഓരോ ക്യാരക്ടേഴ്സിന്റെയും പെക്യുലാരിറ്റി പറഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഹ്യൂമർ എന്ന് പറയുന്ന ആ ഒരു തീം അല്ലെങ്കിൽ ആ തിയറി ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ട് പറയാൻ അത്രേ ഉള്ളൂ. ഈ ഇത്രയും സ്ലൈഡിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു എന്ന് വെച്ചിട്ട് ബേജാറാവേണ്ട കാര്യമില്ല. ഇത്ര മാത്രമേ അതിൽ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി പറയണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ.